ഒരു കൊല്ലം മുന്നുള്ള ഞാൻ രാമക്ഷേത്രത്തിൽ പോയിക്കണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ആഫിയ കിഡ്സ് സ്കൂളില്ലേ, ഞാൻ ബോർഡറിൽ കാത്തുന്നേ, അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നുള്ള അന്ന് അവിടുത്തെ സ്കൂളിൽ നാടകം നടന്നിരുന്ന അന്ന് ഓലെ കൂടെ എടുത്ത ഫോട്ടോ ഇപ്പൊ വൈറലായി. ഞാൻ അവിടെ പോയിക്കണെന്ന് പറഞ്ഞിട്ട് അന്നെടുത്ത ഒരു കൊല്ലം മുന്നെടുത്ത ഫോട്ടോ. അത് എനിക്കൊരാള് നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്ന. എന്നിട്ട് ആൾക്കാര് പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോയിക്കുന്ന. അത് പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ, ഇതിനെ കുറിച്ചിട്ടാകുമ്പോ പ്രത്യേകിച്ച്. നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണത്. അതിപ്പോ വൈറലായതാ. നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് കുറെ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണൽ വന്നിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യണത് മാത്രം പോട്ടെ, ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക്. നല്ലത് വരുമ്പോ ആരും ഉണ്ടാവില്ല. മറ്റേ ഒരു കൊല്ലം മുന്നുള്ള ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തെങ്കിലും ലൈക്ക് അടിച്ചിട്ട് വൈറലായതാണ്. അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നപ്പോ സ്ക്രീൻഷോട്ട് ആണ് നമ്മളെ അക്കൗണ്ടിൽ ഇട്ടിരുന്നത്. അത് ഡിലീറ്റ് ചെയ്ത്. വൈറലാവാൻ കാരണം അത് മോദി ലൈക്ക് അടിച്ചിരിക്കുന്നു. ഇപ്പോ ഉണ്ടാവുമായിരിക്കും. മോദി ലൈക്ക് അടിച്ചിരിക്കുന്നു, അതാണ് സംഭവം. അങ്ങനെയാണ് വൈറലായത്. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒരാൾ അടിച്ചത് നമ്മൾ പോസ്റ്റ് ആക്കിയതാ. അപ്പൊ ഞാൻ പ്രൗഡ് ടു ബി എ ഇന്ത്യൻ മുസ്ലിം അതിൽ കമന്റ് ചെയ്തിരുന്നു. ഒരു ഇന്ത്യൻ മുസ്ലിം ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതാ കുട്ടികളും ബാക്കിട്ട് ആഫിയ കിഡ്സ് സ്കൂളൊന്നും നോക്കാതെ രാമക്ഷേത്രത്തിൽ പോയിക്കൊണ്ടാണ് വൈറലായത്. നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ട ഷിഹാബ് ചോട്ടൂറിൻ്റെ വോയിസ് ആണ് കേട്ടോ. വോയിസ് ക്ലിപ്പ് ഇന്നലെ ഒരു ചാനലിൽ കേട്ടതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാചകം ഉണ്ടല്ലോ, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണെന്ന് പറഞ്ഞ മാതിരി. സത്യം പറഞ്ഞാൽ ഷിഹാബ് ചോട്ടൂറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യ വഴി ബഹിരാകാശത്തേക്കുള്ളൊരു യാത്ര. കാരണം അത്രയധികം എയറിലായിട്ട് നിൽക്കുകയാണ് ഷിഹാബ്. വിഷയം നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള അറിയില്ല. അറിയാത്തവർക്ക് ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്കായിട്ട് വളരെ സിമ്പിളായിട്ട് കാര്യം പറയാം. മനുഷ്യന് വളരെ സംഗതി ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്ര അധികം അതിൻ്റെ ടെക്നോളജി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ആരെങ്കിലും പറഞ്ഞിരുന്ന സംഭവം അല്ലെങ്കിൽ അവനാ നേരിട്ട് മനസ്സിലാക്കണമെന്നാണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കടുകുമണി വ്യത്യാസത്തിൽ പണ്ട് പപ്പു ചേട്ടൻ പറഞ്ഞ മാതിരി കടുകുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ നമ്മൾ ഇഞ്ചിനും തവിടുപൊടി. ഇഞ്ചിൻ മാത്രമല്ല എല്ലാ സംഗതിയും തവിടുപൊടിയാവും. ആ ഒരു തവിടുപൊടിയാണ് നിമിഷ നേരത്തെ ഒരു ലൈക്കും ടാഗും ട്വിറ്റർ, അതായത് പഴയ ട്വിറ്റർ എക്സിലുള്ള ലൈക്കും ടാഗും തമ്മിലുള്ള ഡിഫറൻസിൽ മനസ്സിലാക്കാത്ത ഒരൊറ്റ കാര്യം കൊണ്ട് ഷിഹാബ് ചോട്ടൂർ എന്നുള്ള വ്യക്തി കംപ്ലീറ്റ് എന്താ പറയുക, പ്രത്യേകിച്ച് ഈ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിലെ രാം മന്ദിർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഫോട്ടോ ആഫിയ കിഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൻ്റെ പുറകിൽ വെച്ചിട്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവിടെ എന്തോ ഒരു നാടകം നടന്ന സമയത്ത് ഷിഹാബ് നടന്നു പോയിരുന്ന സമയത്ത് മക്കയിലേക്ക് നടന്നു പോയപ്പോൾ ഗുജറാത്തിലെ ആഫിയ സ്കൂളിൽ വെച്ചിട്ട് ഒരു നാടകത്തിൻ്റെ അവിടെ കുട്ടികളുടെ കൂടെ നടന്നിട്ട് ഷിഹാബ് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. ഷിഹാബ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഫോട്ടോ. ആ ഒരു ഫോട്ടോ ആക്കിബ് മീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, അതായത് ട്വിറ്റർ അക്കൗണ്ടിൽ, ട്വിറ്റർ എക്സ്, ഇപ്പോഴത്തെ എക്സ് പഴയ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഭാരത് ഇൻ വൺ പിക്ചർ, ഡിയർ റാം ഭക്ത്സ്, ഹൗസ് ദ ജോഷ്. ഇവൻ്റെ ഈ അക്കിബ് മീറിൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഹൗസ് ദ ജോഷ് എന്നുള്ള ടാഗ് ലൈൻ വെച്ചിട്ടാണ് ഇവരെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഇവൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, നരേന്ദ്രമോദി ആൻഡ് 2 others. ഓക്കെ, അതാണ് സംഭവം. ടാഗ് ചെയ്തതുപോലെ കാണില്ല നമുക്ക് ഈ ഒരൊറ്റടിക്ക് പോസ്റ്റ് കാണുന്ന സമയത്ത്. അതിൽ ഈ ഇപ്പോൾ സാധാരണ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലിങ്ങനെ ആൾക്കാർ ആൻഡ് 2 others എന്ന് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം ഇത് ലൈക്കാണോ അതോ കമൻറ്റാണോ എന്താണെന്നുള്ളത്. പക്ഷേ ട്വിറ്ററിൽ ഇത് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക എന്നുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ ഷിഹാബ് ഓർത്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഷിഹാബിന് ഇത് ഈ ഒരു സംഗതി അയച്ചു കൊടുത്ത ആൾ ഓർത്തിട്ടില്ല. അതല്ല, ഇനി അയച്ചു കൊടുത്ത ആൾ ആ ഒരു അജ്ഞാത വ്യക്തി ആരാണോ ഷിഹാബിന് ഫസ്റ്റ് ഇത് അയച്ചു കൊടുത്തിട്ടുള്ള ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, അയാൾ പണി കൊടുത്താണോ എന്നുള്ളത് ആ കാര്യം അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നരേന്ദ്രമോദി പോസ്റ്റ് ലൈക്ക് ചെയ്ത്, സത്യം പറഞ്ഞാൽ ഫുള്ള് കോമഡി കേട്ടോ. നരേന്ദ്രമോദി പോസ്റ്റ് ലൈക്ക് ചെയ്തുള്ള ഒറ്റ കണ്ടീഷനിൽ ഷിഹാബ് അത് വിശ്വസിച്ചു. അതാണ് സംഭവം. ആ വിശ്വസിച്ച ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഷിഹാബ് വീണ്ടും ഈ ഒരു പോസ്റ്റ് ഷിഹാബ് ഷെയർ ചെയ്യാണ്. താങ്ക്സ് PM മോദി സർ, ഐ ആം പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ മുസൽമാൻ എന്നും പറഞ്ഞിട്ട് ഈ ആക്കിബ് മീറിൻ്റെ സംഭവം, ഈ ഫോട്ടോസും, അതായത് പണ്ടത്തെ ഷിഹാബ് സംഗതി സത്യത്തിൽ ഈ ഒരു പോസ്റ്റ് ആൾ പറഞ്ഞു കൊടുത്തപ്പോൾ തെറ്റിദ്ധരിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് മനസ്സിലാവുന്നത്. തെറ്റിദ്ധരിച്ചതിൻ്റെ ഇത്ര അധികം ഫോട്ടോസ്, ആ പഴയ ഫോട്ടോസ് അന്ന് ആ ഗുജറാത്തിലുണ്ടായിരുന്ന സമയത്തുള്ള ആഫിയ കിഡ്സ് സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ടുള്ള അവിടുന്ന് ആൾക്കാരെ കൂടെ എടുത്തിട്ടുള്ളൂ. ഇന്ത്യൻ്റെ ഫ്ലാഗ്, അതായത് ഉദ്ദേശിച്ചത് എല്ലാവരും ഒരു ഹിന്ദു മുസ്ലിം ബ്രദർഹുഡൊക്കെ പുകഴ്ത്തി കാണിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. സംഭവം ആൾ തെറ്റിദ്ധരിച്ചതിൻ്റെ ബേസിൽ ആ ഒരു എന്താ പറയുക, അതെല്ലാം ലൈക്ക് ചെയ്തല്ലേ, പ്രൈം മിനിസ്റ്റർ ലൈക്ക് ചെയ്യാൻ ചിലരുടെ കാര്യമില്ലല്ലോ എന്നുള്ള കണ്ടീഷനിൽ ചിന്തിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ചങ്ങായി ചെയ്തിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എയർ എന്നുള്ള ബഹിരാകാശം എന്നുള്ള കട്ടത്തെറി എല്ലാവരുടെ അടുത്തും ഏറ്റുവാങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതിനെ
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഷിയാബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു കേട്ടോ. ഷിയാബ് ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഷിയാബ് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഷിയാബ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. അസ്സലാമു അലൈക്കും, എൻ്റെ മുമ്പ് നടന്ന ഒരു പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു. അത് വൈറലാകുകയും പല ദേശീയ പ്രമുഖർ അത് ഷെയർ ചെയ്തതും കണ്ടപ്പോൾ രാജ്യത്തിൻ്റെ PM എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ്റെ പോസ്റ്റിന് ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുമ്പ് പോസ്റ്റ് ഇട്ടത്. ഇത് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഫാസിസമായി ഒരിക്കലും രാജിയാവാനില്ല. ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത്. ഈ സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത്. അത് അല്ലാഹുവിന് വിടുന്നു. ആത്മാർത്ഥമായി പറയുന്ന ഈ വാക്കുകൾ സ്വീകരിക്കുന്നവർ ദയവ് ചെയ്ത് ഇത് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നു. ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരിക്കലും ഫാസിസത്തെ ഞാൻ പിന്തുണയ്ക്കില്ല. വിശദീകരണം ഇല്ലാതെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിൽ ഇട്ട പോസ്റ്റിന് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ഷിഹാബ് ചോറ്റൂർ എന്നിട്ട് ഷിഹാബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലും കംപ്ലീറ്റ് തെറിയാണ്. അന്നും ഇന്നും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാനമന്ത്രിക്ക് ഇത് നോക്കാൻ പോലും സമയം കിട്ടിക്കാണില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ളവർ അതിന് നിയമിക്കപ്പെട്ടവർ ലൈക്ക് ചെയ്ത് കാണും. ഒക്കെയാണ് മനം മാറ്റൽ. അതായത് പോസ്റ്റിന് ആൾക്കാർ ഏത് രീതിയിലാണ് ജസ്റ്റിഫൈ വളച്ചടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ പ്രധാനമന്ത്രിക്ക് ഇത് ലൈക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഓഫീസിലുള്ള ആൾക്കാർ പലതും ചെയ്തിട്ടുണ്ടാകും. കാരണം മനം മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തതാണ്. ആക്ച്വലി അതൊന്നും അല്ല. നിങ്ങൾ ഈ ഒരു ആക്കിബ് മീറിൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ടാൽ അറിയാം. നരേന്ദ്രമോദി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സംഗതി ഉണ്ടോ? നരേന്ദ്രമോദി, അമിത് ഷാ, PMO ഇന്ത്യ ഈ 3 പേരെയും ടാഗ് ചെയ്തതാണ്. സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു സമയത്ത് ആക്കിബ് മീർ എന്താണെന്നുണ്ടെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ആക്കിബ് മീർ, എവിടെ ഇരിക്കുന്ന ഷിഹാബ് ചോറ്റൂർ, ഇവർ തമ്മിൽ പരിചയം ഉണ്ടോ എന്ന് സംഭവം എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ എവിടെ ഇരിക്കുന്ന ആക്കിബ് മീർ, എവിടെ ഇരിക്കുന്ന ഷിഹാബ് ചോറ്റൂരിനെ ടാഗ് ചെയ്തൊരു കാര്യം കൊണ്ട് ഷിഹാബ് ഇന്ന് എയറിൽ നിന്ന് എയറിലേക്ക് അത്രയധികം സീരിയസ്ലി സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഈ ഷിഹാബിനെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഈ ഒരു കാൽനടയായിട്ട് യൂട്യൂബിൽ കംപ്ലീറ്റ് ഷെയർ ചെയ്തുകൊണ്ടിട്ടുള്ള മക്കയിലേക്കുള്ള കാൽനട യാത്ര ചെയ്തതോടുകൂടി ഷിഹാബ് ചോറ്റൂർ വലിയ വിഭാഗത്തിൻ്റെ എതിർപ്പ് ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ ആ കൂടുതൽ നിൽക്കുന്ന സമയത്താണ്, ഒന്ന് താന്നിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇതൊക്കെ വിട്ടുമാറി ഷിഹാബിൻ്റെതായ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വീണ്ടും ഇതുപോലൊരു വിവാദമല്ല, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഈ ടാഗും ലൈക്കും ഒരു കുറച്ച് ആൾക്കാരോട് ഒന്ന് വീണ്ടും ഇരുന്ന് ചിന്തിക്കുക, ഇത് കറക്റ്റാണോ നോക്കുക. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പറയുന്നതിന് മുന്നേ ഇതുപോലെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ്, ഇതുപോലുള്ള സെലിബ്രിറ്റീസ്, ഷിഹാബ് ചോറ്റൂർ ഒരു സെലിബ്രിറ്റി തന്നെ ആയിട്ടുണ്ട്. സെലിബ്രിറ്റിയാണ് പുള്ളി ശരിക്കും. കാരണം വെച്ചാൽ ആ ഒരു രീതിയിലുള്ള കോൺട്രവേഴ്സിയിൽ പെട്ടുള്ള സെലിബ്രിറ്റിയാണ്. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇയാൾ ഇത് ശ്രദ്ധിക്കാതെ, അവരോട് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പടി കൊടുത്തിട്ടോ, ഇനിയിപ്പോൾ ആര് ചെയ്തു എന്നറിയില്ല, ആര് ചെയ്തതാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയൊരു സംഗതി ലൈക്കും ടാഗും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവാത്ത ഒറ്റ കാര്യം കൊണ്ട് എയർന്ന് മാത്രമല്ല ഒരു വിഭാഗത്തിൻ്റെ കംപ്ലീറ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ അയോധ്യ എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അത്രയും സെൻസിറ്റീവ്, അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറിയോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, അതിലൊക്കെ ഒന്നും നമ്മൾ കിടക്കുന്നില്ല. അത്രയും സെൻസിറ്റീവ് ഇഷ്യൂ ആയ സമയത്ത് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഭവിഷ്യത്ത് വരുന്നുള്ള ഷിഹാബ് ശരിക്കും ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കണമായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ ഷിഹാബിനോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു.